ബോസ് വീട്ടിൽ ജയിൽ നോമിനേഷൻ ടാസ്കിനിടയിൽ അപ്പാനി ശരത്ത് എല്ലാവരുടെയും മുമ്പിൽ അത് തുറന്നു പറയുകയാണ്. വളരെ മോശമായിട്ടാണ് ഇന്നലെ ശൈത്യയെ ടാസ്കിനായി ആര്യൻ വിളിച്ചുകൊണ്ട് വന്ന രീതി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശൈത്യയും ആര്യനും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശൈത്യ പറയണ്ടേ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോഴേക്കും അതിൽ കയറി ആര്യൻ പറയുന്നുണ്ട് ശൈത്യയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ സ്പേസാണ്, ഇവിടെ ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരത്ത് പറയുന്നുണ്ട് ശരത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്യൻ എന്നാണെങ്കിലും തെറ്റ് കാണുമ്പോൾ ശരത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പിന്നെ പറയുന്നത് തലമുണ്ടനം ചെയ്യുന്ന ടാസ്കിൽ തലമുണ്ടനം ചെയ്യായിരുന്നു, ആ ഒരു പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയത് അവൻ മനഃപൂർവ്വം അത് ചെയ്തതാണ്, ഒന്ന് ചെയ്യാമെന്ന് തയ്യാറാണെന്നെങ്കിലും പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്താണെങ്കിലും ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജയിൽ നോമിനേഷൻ ടാസ്ക് അവസാനിച്ചു. ജയിലിലേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജിസേലിന് 10 വോട്ട് കിട്ടി, 7 വോട്ട് കിട്ടി ആര്യനും ഒനീലുമാണ്. പക്ഷേ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് ഒനീലിനെയാണ്. അത് നമ്മുടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചത് അനുമോൾ തന്നെയാണ്. അനുമോൾ പറഞ്ഞു ഒനീലേട്ടൻ തന്നെ പോയാൽ മതി, ആര്യനെ വിടണ്ടാന്ന്. അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ശരത്തും ആര്യനും ശൈത്യയും ശരത്തും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആര്യൻ ശരത്തിനോട് പറയുകയാണെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതിൽ അവൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അപ്പോഴും ശൈത്യ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ആര്യൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഫീലായി, അവൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് എൻ്റെ കുഞ്ഞനിയത്തിയായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് ഫീലായ കാര്യം ഞാൻ പറഞ്ഞു എന്നാണ് ശരത്ത് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലവ് ട്രാക്കൊന്നും പിടിക്കുന്നൊന്നുമില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളും അല്ല എന്നാണ് ആര്യൻ പറയുന്നത്. എന്താണെങ്കിലും ആര്യൻ്റെ ബിഗ് ബോസ് വീട്ടിലുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.